നടതുറപ്പ് മഹോത്സവം ആഘോഷിക്കുന്ന തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ വൻ തിരക്ക്. ഉമാമഹേശ്വരന്മാർ ഒരേ ശ്രീകോവിലിൽ മുഖാമുഖം വാണരുളുന്ന ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നവരിൽ ഭൂരിഭാഗവും സ്ത്രീജനങ്ങളാണ്. നടതുറപ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ദിനംപ്രതി ക്ഷേത്ര ദർശനം നടത്തി മടങ്ങുന്നത്. ഉമാമഹേശ്വരന്മാർ ഒരേ ശ്രീകോവിലിൽ മുഖാമുഖം വാണരുളുന്ന ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നവരിൽ ഭൂരിഭാഗവും സ്ത്രീജനങ്ങളാണ്. ഐശ്വര്യപൂർണമായ മാംഗല്യം തേടി യുവതികളും ദീർഘമാംഗല്യത്തിന് പ്രാർത്ഥിച്ച സുമംഗലികളും എത്തുന്നു. പട്ടും താലിയും നടയ്ക്കൽ സമർപ്പണമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. നൂലിൽ കോർത്ത സ്വർണ്ണത്താലി ചുവന്ന പട്ടിൽ വെച്ചാണ് സമർപ്പണം. വിവാഹത്തിന് മുൻപ് പട്ടും പുടവയും, വിവാഹത്തിന് ശേഷം പട്ടും താലിയും ഇണപ്പുടവയും ശ്രീപാർവതി ദേവിയുടെ നടക്കൽ സമർപ്പിക്കുന്നു. ദീർഘകാല മാംഗല്യത്തിനും കുടുംബൈശ്വര്യത്തിനുമായി താലിക്കൂട്ടം സമർപ്പണവുമുണ്ട്. കൂടാതെ വാൽക്കണ്ണാടി, തൊട്ടിൽ, മഞ്ഞൾപ്പൊടി, എണ്ണ, നെയ്വിളക്കുകൾ, ധാര എന്നീ വഴിപാടുകളും പുഷ്പാഞ്ജലികളും നടതുറപ്പുത്സവ സമയത്ത് നടത്തിവരുന്നു. ദേവി പ്രസാദമായ അരവണപ്പായസം, അപ്പം, അവിൽ, നിവേദ്യം എന്നിവ കൗണ്ടറുകളിൽ ലഭ്യമാണ്. ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠയായ നാഗങ്ങൾക്ക് നൂറും പാലും നൽകി കരിക്കും മഞ്ഞൾപ്പൊടിയും അഭിഷേകവും നടത്തി. നടതുറപ്പ് സമയത്ത് വരുന്ന ആയില്യം തൊഴൽ അതിശ്രേഷ്ഠമാണ്. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തു വരുന്നവർക്ക് വിവിധ പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ വേരിഫിക്കേഷൻ കൗണ്ടറുകൾ തുറന്നിട്ടുണ്ട്. ക്ഷേത്ര കവാടത്തിനു മുൻപിൽ വേരിഫിക്കേഷൻ നടത്താനുള്ള സംവിധാനവും വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കി വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ക്ഷേത്ര ദർശനത്തിനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. നടതുറപ്പ് മഹോത്സവം ജനുവരി 23-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാലടി. പെരുമ്പാവൂർ കൂട്ടുമഠം ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെയും പെരക്കാട് മഹാദേവ ക്ഷേത്രത്തിലെയും തിരുവാതിര തൈപ്പൂയ മഹോത്സവം 2025 ഫെബ്രുവരി 4 മുതൽ 11 വരെ ആഘോഷിക്കുന്നു. വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ഭസ്മാഭിഷേകവും മറ്റു വഴിപാടുകളും ഭക്തർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ്.